അൻവർ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അൻവറിന് രേഖാമൂലം ഒരു പരാതി കൊടുക്കട്ടെ. അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല. ഇനി ശശിയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോട് ഉന്നയിക്കില്ല. അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. ഒരു പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞു, അതിനെ വരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം. അത്തരം ഒരു നിലപാട് എടുത്തിട്ട് പോലല്ലേ ശരി? അങ്ങക്ക് തോന്നില്ല? നിങ്ങൾ ഈ അൻവറിനെ ഒന്നും വെറുതെ കുഴപ്പത്തിലാക്കല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുന്നണിയിൽ CPM മെമ്പറല്ല അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാട് അയാൾ എടുക്കുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. ഇപ്പൊ ഇത്രയും അത് നമുക്ക് പിന്നെ പറയാം. എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കിയിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാം. നമുക്ക് നോക്കട്ടെ. നമ്മളെ ആലോചനയിലും എല്ലാ വിഷയവും നമുക്ക് അങ്ങനെ തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സ്വകാര്യത ഉണ്ടാകില്ലേ? അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നിടത്തോട് പറയാ. നിങ്ങളൊന്ന് സഹകരിക്കുക. കൂടുതൽ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാതിരിക്കുക. അല്ല, ചോദിക്കുന്നുണ്ട് ബുദ്ധിമുട്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ നിയന്ത്രിക്കാൻ ഞാനില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചാണത്. നിങ്ങൾ ഒരു ചോദ്യത്തിനോടും എനിക്ക് ഒരു പ്രയാസമില്ല, എനിക്കൊരു നിയന്ത്രണവുമില്ല. നിങ്ങളെ ചോദ്യത്തിന് പക്ഷെ എനിക്ക് സ്വന്തമായ ചില നിയന്ത്രണങ്ങൾ എനിക്കുണ്ട്. അത് പാലിച്ചു. അൻവർ പറഞ്ഞല്ലേ? അൻവർ പറഞ്ഞിടത്തിലാണോ ഇപ്പൊ കേരളം നിൽക്കുന്നത്? അൻവർ പറഞ്ഞാൽ അദ്ദേഹത്തിന് പരാതി, ന്യായമായ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചാൽ നിശ്ചയമായി അന്വേഷണം നടക്കുന്നത്. അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ പരാതി കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? പോലീസ് അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്താ പോലീസിനുള്ള നിലപാട് എന്നുള്ളത്? പോലീസ് എന്തായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അന്വേഷണത്തിന് വിട്ടതോ 3 DGPമാരെയാണ് ചുമതലപ്പെടുത്തിയത് അന്വേഷിക്കാൻ. അതിന് കാരണം ഈ DGPന്റെ താഴെയുള്ള ആളുകളെ പറ്റിയാണല്ലോ പരാതി. 3 DGPമാരെ മുഖ്യമന്ത്രി ഇവിടുത്തെ കേരള DGPയുടെ നേതൃത്വത്തിൽ 3 DGPമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് എന്താ ചെയ്യാൻ കഴിയുക? അവർ അന്വേഷണം വരട്ടെ. അവർ നീതിപൂർവ്വം അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ നടുവിലും കേരളം ഈ ഹോം ഡിപ്പാർട്ട്മെന്റിൽ കേരളം അവാർഡ് വാങ്ങിയില്ലേ? അത് കാര്യം സത്യല്ലേ? ഇതിന്റെ എല്ലാ നടുവിൽ അമിത്ഷാ കേരളത്തിലെ DGP കൊടുത്തല്ലോ, അവാർഡ് കൊടുത്തല്ലോ. വാങ്ങിയതിനാണ്. അതൊരു അംഗീകാരമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമില്ലേ? അത് കേന്ദ്ര ഗവൺമെന്റ് അറിയാം. ഏത് കുറ്റവാളികള്? എന്താ അത്? അത് വാക്കുപിഴയായിട്ട് കണക്കാക്കിയാൽ മതി. അത് വാക്കുപിഴയായിട്ട് കണക്കാക്കിയാൽ മതി. വാക്കുപിഴ എന്ന് പറഞ്ഞ ജനങ്ങളത് എഴുതിക്കണിയില്ലേ?